അയ്യോ ഏട്ടാ, ഇതൊന്നും അന്ധവിശ്വാസമല്ല, സത്യമായ കാര്യ. ചന്ദ്രൻ ദുർബലനായതുകൊണ്ടാ ഏട്ടന്റെ കല്യാണം നടക്കാത്തതെന്നാ സ്വാമിജി പറഞ്ഞത്. ഏത് ചന്ദ്രസേനെ എതിർത്താലും അമൃത സമ്മതിച്ചാൽ ഞങ്ങളുടെ കല്യാണം നടക്കും. അമൃതേച്ചിയുടെ അച്ഛൻ ആ ചന്ദ്രസേനന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. പിന്നെ ഏട്ടന്റെ ജാതകത്തിലെ ചന്ദ്രന് ബലമില്ലെന്നാ സ്വാമിജി പറഞ്ഞത്. അതിനെന്ത് വേണമെന്നാണ് നീ പറയുന്നത്? സ്വാമിജി ഒരു മോതിരം പൂജിച്ചു തന്നു. അത് ധരിച്ച ഏട്ടന്റെ എല്ലാ ജാതക ദോഷവും മാറുന്നാ. ഏട്ടന്റെ വിരലിന്റെ അളവ് അറിയാത്തതുകൊണ്ട് 3 സൈസിലുള്ള മോതിരങ്ങള് സ്വാമിജിയുടെ കയ്യിനെ ഞാൻ പൂജിച്ചു വാങ്ങി. എടി, നിന്നെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. ഇതൊക്കെ വാങ്ങിച്ച് പൂജിച്ച് നീ എന്നെ കിട്ടാ പോരെ? അതൊന്നും പറഞ്ഞാൻ പറ്റില്ല. ഇത് നിന്ദിക്കരുത്, ദോഷം കിട്ടും. ഇതിലേതാ ഏട്ടന്റെ വിരലിൽ ചേരുന്നെന്ന് പറയാമോ? നീ ഇതും കൊണ്ട് പോകുന്നുണ്ടോ? പണ്ടൊക്കെ ഞാൻ എന്ത് പറഞ്ഞാലും ഏട്ടൻ അനുസരിക്കുമായിരുന്നു. ഇപ്പൊ എന്നെ ഒരു വിലയും ഇല്ല. ഇനി അതും പറഞ്ഞ് നീ മോഹം വെറുപ്പിച്ചിരിക്കണ്ട. എന്തായാലും നീ കഷ്ടപ്പെട്ട് പൂജിച്ചോണ്ട് വന്നല്ലേ, ഞാൻ ഇടാം. ഓക്കേ, സെറ്റ്. ഇത് ശരിയാവില്ല. ഇതേട്ടന്റെ പാകമല്ല, വലുതാ. ഇതേട്ടന്റെ അളവിന് കൃത്യ. ഇതിട്ടാ മതി കേട്ടോ. എടി, ഇതൊക്കെ ഇട്ടോണ്ട് ഞാൻ എങ്ങനെ പുറത്തോട്ട് ഇറങ്ങി പോകുന്നത്? അത് സാരമില്ല, സ്വാമിജി പൂജിച്ചല്ലേ. ഈ കല്യാണം വൈകിയാലും എൻഗേജ്മെന്റ് നടക്കും. നീ എന്താ പറഞ്ഞ? അല്ല, ഏട്ടന്റെ അമൃതേച്ചിയുടെയും കല്യാണം എത്രയും പെട്ടെന്ന് നടക്കുമെന്ന്. താങ്ക് യു. താങ്ക് യു. ഇതൊക്കെന്താ വയ്യേ? ആരെന്നറിയില്ല, നമ്പർ മാത്രമേ ഉള്ളൂ. ഹലോ ഹലോ, ആരാ? ഞാൻ ആതിരയുടെയും ആരാധ്യയുടെയും ക്ലാസ്മേറ്റാ. അല്ല, അവരോട് ഒരു ഡൗട്ട് ചോദിക്കാൻ വിളിച്ചതാ. ആതിരയുടെ ആരാധ്യയുടെയും ക്ലാസ്മേറ്റോ? എന്താ കുട്ടിയുടെ പേര്? തിന്റുമോൾ. ഇതുപോലൊരു ക്ലാസ്മേറ്റിന്റെ കാര്യം ഇവരിതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. അമൃതജി, അത് ഞങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന VK ടിന്റുമോളാ. ടിന്റു ഒരു സംശയ രോഗിയാ. എന്തോ സംശയം ചോദിക്കാൻ വേണ്ടി വിളിക്കുന്നയാ. അമൃതജി ഫോൺ ചെയ്താ. ഹലോ, എന്താ ടിന്റുമോളെ വിളിച്ചേ? ഞാൻ അശ്വതിയാ. മനസ്സിലായി ടിന്റുമോളെ. എന്താടി വിളിച്ചേ? എന്റെ കയ്യില് നിങ്ങളുടെ നമ്പർ ഇല്ലാത്തതുകൊണ്ട് ഏട്ടന്റെ ഫോണിൽ നിന്ന് അമൃതേച്ചിയുടെ നമ്പർ എടുത്താ ഞാനിപ്പോ നിങ്ങളെ വിളിച്ചത്. ഓക്കെ ഓക്കെ, നീ വിളിച്ച കാര്യം പറ ടിന്റുമോളെ. ഞാൻ ആ മോതിരങ്ങളെല്ലാം ഏട്ടന്റെ കയ്യിൽ ഇട്ടു നോക്കി. എന്നിട്ട് അതിലാ മിഡിൽ സൈസ് ഇല്ലേ, അതാ പാകം. ഓക്കെ ഓക്കെ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.